സുഹൃത്തുക്കളെല്ലാം കൂടെ പതിവിലുള്ള യാത്രയിൽ നിന്നും വ്യത്യസ്തമായ എന്തെങ്കിലും ഒന്ന് നേടണം എന്ന ആഗ്രഹവുമായി ഞങ്ങൾ വയനാട് ചുരം കയറി. വയനാട് ചുരത്തു നിന്നും നമ്മുടെ പൂർവികരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുറച്ച് ആൾക്കാരെ കണ്ട് അങ്ങനെ ഞങ്ങൾ മനോഹരമായ പൂന്തോട്ടങ്ങൾ റോഡിന് ഇരുവശത്തുമായി ക്രമീകരിച്ചിരിക്കുന്നു. ഓണത്തിൻ്റെ വിശേഷ ദിവസമായ ഓണത്തിൻ്റെ അനുബന്ധിച്ചുള്ള ഈ പൂക്കൃഷി റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി നമുക്ക് കാണാൻ കഴിയും. ചെണ്ടുമല്ലി, സൂര്യകാന്തി എന്നീ പൂക്കളുടെ ഇടയിലൂടെ മാൻകുട്ടികൾ അങ്ങോളം ഇങ്ങോളം പാഞ്ഞു നടക്കുന്നത് കാണാം. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. മേഘാവൃതമായിരിക്കുന്നതല്ലാതെ ഞങ്ങൾ കാട്ടിൻ്റെ ഇടയിലേക്ക് കയറുന്ന സമയത്ത് മാൻകൂട്ടങ്ങളുടെ ഒരു പറ്റം മാൻകൂട്ടം തന്നെ കാണാനിടയായി. അങ്ങനെ പാറക്കെട്ടുകളും മാൻകൂട്ടങ്ങളും നിറഞ്ഞ ചതുപ്പ് ആയ ഈ വഴിയിലൂടെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങി. ഇടയ്ക്കിടെ പാറകൾ കൂട്ടിയിട്ടിരിക്കുന്നത് പോലെ മാൻകൂട്ടങ്ങളും അങ്ങിങ്ങായി കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ആന വാലുമൊക്കി നിൽക്കുന്നതാണ്. അപ്പോൾ ആനയുടെ തല കാണാൻ വേണ്ടി തിരിച്ചു നോക്കിയപ്പോൾ വീണ്ടും വാല്. അപ്പുറവും ഇപ്പുറവും വാലുമായി നിൽക്കുന്ന ആ ആനയെയും കണ്ട് ഞങ്ങൾ കാട്ടിനിടയിലുള്ള വഴിയിലൂടെ ചെളി നിറഞ്ഞ ഈ പുഴയും മാൻകൂട്ടങ്ങളും വീണ്ടും ത്രസിപ്പിക്കുന്ന കാഴ്ചകളും പിലിവിടർത്താൻ പോകുന്ന മയിലിനെയും കണ്ട് അങ്ങനെ ഞങ്ങൾ യാത്ര വസന്നകുടിയുടെ ഏതോ ഒരു കോണിലേക്ക് യാത്ര തുടരുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ മയിലിൻ്റെ ഭക്ഷണം കൊടുക്കുന്ന കാഴ്ച ഞങ്ങൾ കാണാനിടയായത്. പോകുന്ന സഞ്ചാരികൾ മയിലുകൾക്ക് ചെറുതായി ഭക്ഷണം കൊടുക്കുന്നത് കാണാനും ഇടയായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. മയിലിനോട് ഗുഡ് ബൈ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഈ റോഡിലൂടെ മയിലിൻ്റെ ഈ ദൃശ്യമനോഹാരിതയും കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ആഹാ, എന്തൊരു ഭംഗിയാണല്ലേ മയിലിനെ കാണാൻ. ആൺമയിലാണെന്നും തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ പീലിയൊക്കെ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നത്. ആൺമയിലായിരിക്കാം അല്ലേ? അങ്ങനെ ഒരു വേട്ടാവളിയനതാ ഇവിടെ നിന്ന് ഭക്ഷണം അങ്ങനെ കൊത്തിക്കുറയ്ക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാനുകളും മയിലുകളും നൃത്തം ചെയ്യുന്ന ഈ മാലിന്യ തീരം നമ്മുടെ തപോവനം തന്നെയോ. മഹർഷി എന്താ മോനെ ഇതിൻ്റെ ഡയലോഗൊക്കെ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഓർമ്മ വന്നു. അങ്ങനെ എന്തോ പരിപാടി ഒപ്പിച്ചിട്ട് വരികയാണെന്ന് തോന്നും വിധമാണ് പല മാനുകളുടെ. അങ്ങനെ മുതുമല ടൈഗർ റിസർവിൻ്റെ ഗേറ്റും കടന്ന് ഞങ്ങൾ യാത്ര തിരിഞ്ഞു. ആനയുടെ ഈ പുറംഭാഗം മാത്രമാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് കാണുന്നത്. ഇതേ കിടക്കുന്നോ രണ്ടാന. അങ്ങനെ ആനയെ കൂടി നല്ല കുടിയും കഴിഞ്ഞ് ഒരുത്തനാണ് മുകളിൽ ജിങ്കിളി കളിക്കുന്നുണ്ട്. എഴുന്നേറ്റു. അങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോൾ ഞങ്ങൾ വെറുതെ സവാരിക്കുള്ളൊരു ടിക്കറ്റ് എടുക്കാൻ പോയി. അങ്ങനെ സവാരിക്കുള്ള ടിക്കറ്റ് എടുക്കാവുന്ന സമയത്താണ് ഈ സമയത്ത് മൃഗങ്ങളെല്ലാം ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടാവും എന്ന് ആരോ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ സവാരി എടുക്കാതെ നേരെ കാട്ടിലേക്ക് വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ മാൻകൂട്ടങ്ങൾ അങ്ങും ഇങ്ങും ചന്നം പിന്നെ ചിതറിക്കിടക്കുന്നത് കാണാം. അങ്ങനെ ഞങ്ങളങ്ങനെ പോയി കുറേ നോക്കുമ്പോൾ മാനുണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ, നമ്മുടെ മാൻകൂട്ടങ്ങൾ ഇവിടെയുണ്ട്. മാൻകൂട്ടങ്ങളും മയിൽക്കൂട്ടങ്ങളും മയിലതേ ഇടയ്ക്ക് പീലി വിടർത്തി ആടുന്ന പരിപാടിയിലേക്ക്. അങ്ങനെയാണ് നിങ്ങൾ ഈ ബൈസൺ കൂട്ടത്തെ കാണുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നേരിട്ട് നമ്മുടെ ബൈസൺ, ഒരു ബബിൾഗം ചമക്കുന്ന ബൈസൺ. ഇതേ കണ്ടോ ബബിൾഗം ചമയ്ക്കുന്നത് ഈ കാട്ടിൽ. അന്നേരം ഞാൻ വിചാരിച്ചു ഈ കാട്ടിലൊക്കെ നമുക്ക് ബബിൾഗമൊക്കെ ഉണ്ട്. ബബിൾഗം ചമയ്ക്കുന്ന ബൈസണേ
അങ്ങനെ ആക്കുമ്പോഴാണ് എടാ എടവാടാ എന്നുള്ള ഒരു ഡയലോഗ് അടിച്ചിട്ട് ഒരു പൈസ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോൾ വേറൊരിടത്ത് നോക്കുന്നുണ്ട്, എടാ പോടാ എന്ന് പറയുന്ന രീതിയിലാണ് അവൻ്റെയൊക്കെ നോട്ടം. നമ്മളെ അധികം അവരൊന്നും ബുദ്ധിമുട്ടിച്ചില്ല. പിന്നെയാണ് ഒരു ബിസിനസ് ഐഡിയ തോന്നിയത്. ഇങ്ങനെ ഓരോന്നിനെ കിട്ടിയാൽ 10 കച്ചവടക്കാർക്ക് കൊടുത്ത് ലക്ഷങ്ങൾ സമ്പാദിച്ച് ക്യാഷ് വീശി ലാവിഷായി ജീവിക്കുക എന്നൊക്കെ വിചാരിച്ചു. പിന്നെയാണ് സൽമാൻ ഖാനെയും മറ്റു പല ആൾക്കാരെയും നമ്മൾ ഓർമ്മ വന്നത്. മസ്തകം പൊക്കിപ്പിടിച്ച് നിൽക്കുന്ന പൈസൻ്റെ ഇടയിലൂടെ നമ്മൾ മെല്ലെ 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 യാത്ര അങ്ങോട്ട് തുടങ്ങി. കിടക്കണം. ആ എൻ്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ എൻ്റെ അച്ഛൻ കട്ടുണ്ടോ പോയി. ജിങ്കിളി ചിക്കം ജിങ്കിളി ചിക്കം മസാല ഗുലാബി ഗ്ലാമറാണല്ലോ ചേട്ടാ. അപ്പം ഞാൻ പോയി വരട്ടെ. ഹോയ് 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 ഹോയ്. അങ്ങനെ നമ്മൾ കാടിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോവാണ്. കിടക്കുന്ന ഒരാന, കിടക്കുന്ന ഒരാന ചളിയിൽ കുളിച്ചിങ്ങനെ സൗന്ദര്യം കാണാനേ എന്തൊരു ഭംഗിയാണല്ലേ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയാണ് മക്കളെ കഥ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കഥയൊന്നുമല്ല കഥ. കഥ എന്ന് പറയുന്നത് പിടിയാനയ്ക്ക് ശേഷം എന്ന ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായി ഒരു കൊമ്പ് മുറിഞ്ഞ ഒരു കൊമ്പനാണ്. റോഡിൻ്റെ സൈഡിൽ ആൾക്കാരെയും വരവേറ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ പറയുക, അതേ കിടക്കുന്ന ഒരു ആന എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാം. നമ്മുടെ സുഹൃത്തുക്കളെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ മൊബൈൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആന ഇങ്ങനെ വാലക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ലാലാ വീശി വലങ്കാലൊന്ന് ചെരിച്ച് ഇടന്തോളൊന്ന് നീട്ടിച്ചരിച്ച് ഗ്ലാസൊക്കെ വെച്ച് ചെവിയൊന്നാക്കി നിൽക്കുമ്പോഴാണ് ഒരു ബെഡ്വാവായി വെറുതെ ഒരു കല്ലെടുത്ത് കഴിഞ്ഞിടും. പിന്നെ പറയണോ, തേക്കടക്കുന്ന അവൻ്റെ പേട്ടലേക്ക് കിട്ടുന്നപ്പോൾ അവൻ്റെ ജീവനും ഞങ്ങളുടെ ജീവനൊക്കെ പോയെന്ന് പറഞ്ഞത്. അന്നേരമാണോ എനിക്ക് ഇയാളെ ഡയലോഗ് ഓർമ്മ, സുഹൃത്തുക്കളെ നമ്മൾ ആന ചവിട്ടി മെതിക്ക് നിർത്തിയത് രക്ഷപ്പെട്ടു വരികയാണ്, നിങ്ങൾ ദുആ ചിരക്കണം. എന്താണെന്നറിയില്ല, നമ്മൾ ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ആരുടെയോ ഭാഗ്യം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ